ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളം ടാരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്ന് ഒരു പ്രത്യേകതയുണ്ട്. 888 പോർട്ടലാണെന്ന്. അപ്പോൾ അത് 2 ദിവസം കൂടെ 12-ാം തീയതി വരെ അതിൻ്റെ ഒരു എനർജി, ആ ഒരു ഫ്രീക്വൻസി ഹൈ ആയിരിക്കും. അപ്പോൾ ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കാണാത്തവർ ഇന്നലെ ഇട്ട വീഡിയോ ഒന്ന് പോയി കാണുക. പിന്നെ മാനിഫെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ ജേണൽ എഴുതണം എന്നൊക്കെ ഞാൻ അതിൽ റീഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങളത് ചെയ്യുന്നത് നല്ലതായിരിക്കും. നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കാൻ പറ്റും. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണ് നിങ്ങൾ അറിയേണ്ടത്. പിന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും തന്നെ റെസനേറ്റ് ആകണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ മാത്രം എടുക്കുക. കളക്റ്റീവാണ്, ടൈംലെസ് ആണ് ഇന്നത്തേത്. പക്ഷേ ഡിവൈൻ മെസ്സേജ് ആയതുകൊണ്ട് അത് ടൈംലെസ് ആണ്. നമുക്ക് നോക്കാം എന്താണ് ഇന്നത്തെ നിങ്ങളുടെ എനർജി നോക്കാം. നിങ്ങൾ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് റെസണേറ്റ് ആയാൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. താങ്ക് യു. ഇതുവരെ ചെയ്ത സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. ഫിനാൻഷ്യൽ ആൻഡ് മെറ്റീരിയൽ ചേഞ്ചസ്. ഈ 888 പോർട്ടൽ എന്ന് പറയുന്നത് അത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അബണ്ടൻസ് കൊണ്ടുവരുന്നൊരു സമയമാണ്. അബണ്ടൻസ് ആണ് അതിൻ്റെ ഒരു ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. അപ്പോൾ ഇന്നത്തെ നമുക്ക് ആദ്യം കിട്ടിയിരിക്കുന്ന കാർഡും ഫിനാൻഷ്യൽ ആൻഡ് മെറ്റീരിയൽ ചേഞ്ചസ് ആണ്. അപ്പോൾ നിങ്ങൾ എന്താണോ ചേഞ്ച് ആകണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചത്, അത് ആ ഒരു ചേഞ്ച് നിങ്ങൾക്ക് കിട്ടുന്നു എന്ന് കാണുന്നുണ്ട്. ചിലപ്പോൾ സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സ്ട്രഗിളിങ്ങിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ അതിന് ചേഞ്ച് വരുന്നുണ്ട്. പിന്നെ അതുപോലെ എന്ത് കാര്യവും നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, കാരണം വീടോ വാഹനമോ വസ്തുവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ജോലിയോ ഒക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളിലേക്ക് കിട്ടുന്നു എന്നാണ് കാണുന്നത്. ഹാർമണിയാണ്. അപ്പോൾ എടുത്തിട്ട് നോക്കാം. ചൂസ് വൈസിൽ വന്നിട്ടുണ്ട്, ട്രയംഫ് വന്നിട്ടുണ്ട്, ഡെസ്റ്റിനിയാണ്, പോസിറ്റീവ് മൂവ്മെൻറ്റ് ഫോർവേഡാണ്. അപ്പോൾ നിങ്ങളുടെ യാത്ര തീർച്ചയായിട്ടും മുന്നോട്ടാണ്, പോസിറ്റീവായിട്ടാണെന്നാണ് കാണുന്നത്. ഒരിക്കലും അത് പുറകോട്ടല്ല. നിങ്ങൾ നിന്ന സ്ഥലത്തേക്ക് വീണ്ടും പോകുന്നതല്ല. അത് വളരെ നിങ്ങൾ ഇപ്പോൾ എന്തവസ്ഥയിലായിരുന്നാലും, നിങ്ങൾ ചിലപ്പോൾ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടോ റിലേഷൻഷിപ്പിൽ പ്രശ്നമോ ജോലിക്ക് പ്രശ്നമോ എന്ത് തന്നെ ആയാലും നിങ്ങൾ യാത്ര മുന്നോട്ട് തന്നെയാണെന്നാണ്. അത് പോസിറ്റീവാണ്. നിങ്ങൾ പോകുന്ന ആ ഒരു കാര്യം പോസിറ്റീവാണ്. അതുകൊണ്ട് വിഷമിച്ചിരിക്കുന്ന ഒരു ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ആ വിഷമമൊക്കെ ഒന്ന് മാറ്റി വെക്കാൻ പറയുന്നുണ്ട്. ഫിനാൻഷ്യൽ ആൻഡ് മെറ്റീരിയൽ ചേഞ്ചസ് വന്നപ്പോൾ ആദ്യം തന്നെ വന്നത് 10 ഓഫ് പെൻറ്റക്കിൾ ആണ്. അത് അപ്പോൾ നിങ്ങൾക്ക് അബണ്ടൻസ് കൊണ്ടുവരുന്നു എന്നുള്ളതിന് പിന്നെ വേറെ എന്ത് തെളിവാണ് വേണ്ടത്? നിങ്ങളുടെ ഫിനാൻഷ്യൽ മാറ്റം വരുന്നത് ചിലപ്പോൾ പലരും വിചാരിക്കുന്നുണ്ടായിരിക്കാം ഇപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്, കടബാധ്യതകളുണ്ട്, അങ്ങനെയൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ 10 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി വരുമ്പോൾ സമൃദ്ധിയാണ് വരുന്നത്. ധാരാളം പണം പല വഴികളിലൂടെ നിങ്ങളിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. നിങ്ങൾ വിചാരിക്കുന്ന സോഴ്സ് ഒന്നും ആയിരിക്കുമല്ലോ ചിലപ്പോൾ നിങ്ങൾക്ക് പൈസ വരുന്നത്. നിങ്ങൾ ചിലപ്പോൾ ചില കാര്യങ്ങളിൽ മാത്രം നിങ്ങൾക്ക് കിട്ടുമെന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരിക്കാം. ചിലപ്പോൾ സാലറി ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ നേരത്തെ കൊടുത്തിരുന്ന പൈസയോ, അല്ലെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ മാത്രം, ഈ സോഴ്സിൽ നിന്ന് മാത്രമേ പൈസ കിട്ടുള്ളൂ എന്ന് നിങ്ങൾ വിചാരിച്ചിരുന്നുവെങ്കിൽ അതല്ല, നിങ്ങൾക്ക് അറിയാത്ത സോഴ്സിൽ നിന്ന് നിങ്ങൾക്ക് പൈസ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പം നമുക്ക് ഏത് സമയമാണ് ദൈവം നമുക്കൊരു നല്ല ഒരു കാര്യം ചെയ്യാൻ തീരുമാനിക്കുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ തീർച്ചയായിട്ടും ഒരു സമൃദ്ധിയാണ് വരുന്നതെന്ന് കാണുന്നുണ്ട്. പിന്നെ ഹാർമണി വന്നിട്ടുണ്ട്. അതൊരു യൂണിയനാണ്. നിങ്ങൾ ഒരു പ്രണയത്തിലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോഴും ആണെങ്കിൽ അതിലെന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊരു യൂണിയൻ ആണെന്ന് കാണുന്നുണ്ട്. ഒരു നിങ്ങൾ ആഗ്രഹിച്ച പോലത്തെ,
നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് അങ്ങനത്തെ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരുന്നു എന്ന് കാണുന്നുണ്ട്. ഹയറഫൻ്റ് ആണ്. അപ്പോൾ അതൊരു വിവാഹത്തിലേക്കൊക്കെ എത്താൻ സാധ്യതയുണ്ടെന്ന്, ഒരു ട്രഡീഷണൽ മാരേജിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. നിങ്ങൾ പ്രണയിക്കുന്ന ആളുമായിട്ട് ഒരു ട്രഡീഷണൽ മാരേജിലോട്ട് എത്താൻ സാധ്യതയുണ്ട്. ഇതിപ്പോൾ എല്ലാവർക്കും അല്ല കേട്ടോ. ഇത് യൂണിയൻ എന്ന് പറയുമ്പം ഇത് ഒരു ഹയറഫൻ്റ് വന്നതുകൊണ്ട് ഞാൻ ട്രഡീഷണൽ മാരേജ് എന്ന് പറഞ്ഞതാണ്. അങ്ങനെ അല്ലാത്തവർക്കും ഒരു യൂണിയൻ പറയുന്നുണ്ട്. എന്തായാലും ഒരു ദൈവഹിതമുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം ഇത്. അങ്ങനെയാണ്. പിന്നെ നിങ്ങൾ ഒരു ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ ഒരു നല്ല പാർട്ട്ണറെ കിട്ടാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു സ്വരച്ചേർച്ച ഇല്ലായിരുന്നു പാർട്ട്ണറുമായിട്ടാണെങ്കിൽ അതൊക്കെ മാറി നിങ്ങൾ അതൊക്കെ പറഞ്ഞു തീർത്ത് വളരെ സന്തോഷത്തിൽ വീണ്ടും ഒന്നേന്ന് മുന്നോട്ട് പോകുന്നു എന്ന് കാണുന്നുണ്ട്. പിന്നെ ചൂസ് വൈസ്ലി വന്നിട്ടുണ്ട്. നിങ്ങളുടെ ബുദ്ധിപൂർവ്വം ചൂസ് ചെയ്യാനാണ് പറയുന്നത്. നിങ്ങൾ കുറേ ചോയ്സസ് നിങ്ങളുടെ മുന്നിൽ ഇന്നേ ദിവസം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾ ബുദ്ധിപൂർവ്വം ഒന്ന് തിരഞ്ഞെടുക്കൂ. ആലോചിച്ചിട്ട് മാത്രം തിരഞ്ഞെടുക്കാനാണ്. അപ്പോൾ എന്താണെന്ന് നോക്കാം. നൈറ്റ് ഓഫ് കപ്പാണ്. അപ്പോൾ ചില ആൾക്കാർക്ക് ഒരു പ്രണയം നിങ്ങളിലേക്ക് വരാൻ എന്ന് കാണുന്നത്. നിങ്ങളോട് വളരെയധികം ശരിക്കും ഒരു ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു പ്രണയം. കാരണം ശരിക്കും തീവ്രമായ ഒരു പ്രണയം ഉള്ള ഒരാൾ നിങ്ങളിലേക്ക് വരുന്നു. നിങ്ങൾ ആരോ മാനിഫെസ്റ്റ് ചെയ്യുന്നു എന്നൊക്കെ കാണുന്നുണ്ട്. പക്ഷെ ചൂസ് വൈസ്ലി വന്നിട്ടുണ്ട്. നിങ്ങൾ സ്വീകരിക്കണോ വേണ്ടയോ അതൊക്കെ ആലോചിച്ചിട്ട് മാത്രമേ തീരുമാനിക്കാവൂ. ഈ ഒരു കാര്യത്തിൽ ബുദ്ധിപൂർവ്വം തീരുമാനിക്കാൻ പറയുന്നുണ്ട്. അപ്പം ഒരു നെഗറ്റീവായിട്ടൊരു കാര്യത്തിലേക്കും പോകാതിരിക്കാനും നമുക്കങ്ങനെയും പറയാം. ആലോചിച്ച് ചെയ്താൽ കുഴപ്പമില്ലല്ലോ. എംപ്രസ് എനർജിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റും. മറ്റുള്ളവരെല്ലാവരും റെസ്പെക്റ്റ് ചെയ്യും. മറ്റുള്ളവരെ ബഹുമാനിക്കുന്ന തരത്തിലുള്ള ഒരു പൊസിഷനിലേക്ക് നിങ്ങൾ എത്തുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ ഇതുവരെ നിങ്ങളെ ആരെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടിക്കുകയും വിഷമിപ്പിക്കുകയും ഇൻസൾട്ട് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നെങ്കിൽ അവരുടെ മുന്നിലൊക്കെ നിങ്ങൾക്ക് തല ഉയർത്തി നിൽക്കാൻ പറ്റുന്ന ഒരു തരത്തിലേക്ക് എത്തുന്നുണ്ട് നിങ്ങൾ. ഇതുവരെയും നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കാതെ നിങ്ങളെ ചവിട്ടി താഴ്ത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താണെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങളെ ദൈവം എത്തിക്കുന്നു എന്ന് കാണുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളെ ഏറ്റവും മോശമായിട്ട് കണ്ടിരുന്നവർ, അല്ലെങ്കിൽ നിങ്ങളെ കളിയാക്കിയിരുന്നവർ, നിങ്ങളെ ചീറ്റ് ചെയ്തിരുന്നവർ, നിങ്ങൾക്ക് ഒരു വർത്തും ഇല്ലെന്ന് ഒക്കെ നിങ്ങളോട് പറഞ്ഞവർ, നിങ്ങളെ വളരെ നെഗറ്റീവായിട്ട് കണ്ട ആൾക്കാർ നിങ്ങളെ ഒരു എംപ്രസിനെ പോലെ കാണാൻ പറ്റുന്ന ഒരവസ്ഥയാണ്. കാരണം മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ, നിങ്ങളെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ കേട്ട് ശരിക്കും അവർക്ക് ഒരു തിരിച്ചറിവ് വരും. നിങ്ങൾ എന്താണ് എന്നുള്ളൊരു തിരിച്ചറിവ് വരുന്നൊരു ദിവസമാണ്. അപ്പോൾ മറ്റുള്ളവർ ഒരുപാട് നിങ്ങളെ സ്നേഹിക്കാനും നിങ്ങളോട് കൂട്ടുകൂടാനും ഒക്കെ മറ്റുള്ളവർ മത്സരിക്കുന്നൊരു സമയമാണ്. നിങ്ങളുടെ കൂടെ ഒന്ന് നിൽക്കാൻ മറ്റുള്ളവരൊന്ന് ശരിക്കും ആഗ്രഹിക്കും. നിങ്ങളോടൊന്ന് സംസാരിക്കാൻ, അല്ലെങ്കിൽ നിങ്ങളോടൊന്ന് വിളിക്കാൻ, ഒരു മെസ്സേജ് അയക്കാൻ. അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ ഫ്രണ്ടാണെന്ന് പറയാൻ, അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ കൂടെ ഉള്ള ആൾക്കാരാണ്, എനിക്കറിയാവുന്ന ആളാണെന്ന് പറയാൻ മറ്റുള്ളവർ മത്സരിക്കുന്നൊരു സമയം വരും നിങ്ങൾക്ക്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്കും ചിലപ്പോൾ അത് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ഇപ്പോഴത്തെ നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും. നിങ്ങൾക്ക് ഒരു സെൽഫായിട്ട് പോലും നിങ്ങൾക്കൊരു സ്നേഹം ഇല്ലാത്തൊരവസ്ഥയായിരിക്കും. പക്ഷേ ആ ഒരു അവസ്ഥയൊക്കെ മാറുന്നുണ്ട് എന്നുള്ളതാണ്. അത് ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങൾ എന്താണെന്നൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. പക്ഷേ മറ്റുള്ളവർ മത്സരിക്കും നിങ്ങളുടെ കൂടെ നിൽക്കാൻ. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യം സ്റ്റാർട്ടാകുന്നു എന്നുള്ളതാണ്. അത് നിങ്ങൾ വിശ്വസിക്കുക. പലപ്പോഴും നിങ്ങളെന്താണെന്ന് മനസ്സിലാക്കാത്ത ആൾക്കാർ നിങ്ങൾക്കൊരു വാല്യൂ തരാതെ നിങ്ങളെ ചിലപ്പോൾ വിട്ടിട്ട് പോയിട്ടുണ്ടായിരിക്കാം ചില ആൾക്കാർ. അല്ലെങ്കിൽ നിങ്ങളെ മറ്റുള്ളവരുടെ കൂടെ എല്ലാവരുടെയും കൂടെ നിന്ന് നിങ്ങളെ കളിയാക്കുകയും നിങ്ങൾക്ക് ഇൻസൾട്ട് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കാം. ചിലപ്പോൾ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് നിങ്ങളെ ഇൻസൾട്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം. പക്ഷേ അവർക്കൊക്കെയും നിങ്ങൾ ആരാണ്, യഥാർത്ഥത്തിലുള്ള നിങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാനുള്ളൊരു സമയമാണിത്. ആ ഒരു സമയം വന്നു എന്നുള്ളതാണ്. ഇന്ന് മനസ്സിലായല്ലോ, 888 പോർട്ടലാണ്. അപ്പോൾ നിങ്ങളുടെ ശക്തി എന്താണെന്ന് നിങ്ങൾക്കും തിരിച്ചറിയാൻ പറ്റും, അത് മറ്റുള്ളവർക്കും തിരിച്ചറിയാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ സിംഹം അറിയാലോ, കാട്ടിലെ രാജാവാണ് സിംഹം. സിംഹത്തിൻ്റെ പവർ എത്രമാത്രമാണെന്ന് അറിയാലോ. വേറെ ആ ഒരു കാണുമ്പോൾ തന്നെ നമ്മൾ ഒരു റെസ്പെക്റ്റ് ചെയ്യുന്നൊരു ഫിഗറാണ് സിംഹത്തിനുള്ളത്, അറിയാലോ. നമുക്ക് വേറെ ഒരു മൃഗങ്ങളെ കാണുമ്പോൾ പോലെയല്ല. ഇപ്പം സിംഹവും പുലിയും കടുവയും അങ്ങനെയൊക്കെ ഉള്ള
ആ ഒരു മൃഗങ്ങളെ ഒന്ന് നമ്മൾ മുന്നിൽ നിർത്തി നമ്മളൊന്ന് കമ്പയർ ചെയ്താൽ നമുക്ക് ഏറ്റവും ആഢ്യത തോന്നുന്ന ഒരു മൃഗം സിംഹമാണ്. അപ്പോൾ അതിനോട് ശരിക്കും ഒരു ഭയങ്കര റെസ്പെക്റ്റ് തോന്നും നമുക്ക് ആ കാണുമ്പോൾ. അതിൻ്റെ കൂടെ ആ ഒരു കാഴ്ചയിൽ പോലും മറ്റുള്ളവരെ ബഹുമാനിപ്പിക്കപ്പെടുന്ന ഒരു രൂപമാണ് സിംഹത്തിന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു 888 പോർട്ടൽ നിങ്ങൾക്ക് മറ്റുള്ളവരെ നിങ്ങളെ ബഹുമാനിക്കുന്ന തരത്തിലുള്ള ഒരു ആറ്റിറ്റ്യൂഡ് മറ്റുള്ളവരിൽ വരുത്താൻ പറ്റും നിങ്ങൾക്ക്. അത് സ്വയം മനസ്സിലാക്കുക. പിന്നെ അടുത്ത ട്രയംഫാണ്. നിങ്ങൾ വളരെ സക്സസ് നിങ്ങൾ അടുത്താണെന്നാണ്. നിങ്ങളുടെ കയ്യിൽ അവിടെ ഒരു കൊടിയുണ്ട്, അത് ആ ഒരു ഓൺ ദി വേ ആണ് നിങ്ങൾ. അപ്പോൾ ശരിക്കും അത് വളരെ ഉയരത്തിലാണ്. അത് ഇതിലുള്ളത് ഹോഴ്സുമാണ്. അപ്പോൾ ഭയങ്കര ഈ ഹോഴ്സ് എനർജി ഭയങ്കര സ്പീഡാണ് അതിന്. അപ്പോൾ നിങ്ങൾ എവിടെ നിൽക്കണം എന്ന് യഥാർത്ഥത്തിൽ ഇപ്പം നിങ്ങളല്ല തീരുമാനിക്കുന്നത്, യൂണിവേഴ്സാണ്. നിങ്ങളെ എവിടെ കൊണ്ടാക്കണം, നിങ്ങൾ എന്താകണം എന്ന് യൂണിവേഴ്സാണ് തീരുമാനിക്കുന്നത്. ഇന്നലത്തെ എൻ്റെ റീഡിങ്ങിൽ കുറേ നെഗറ്റീവ്സ് ആയിരുന്നു എല്ലാം കിട്ടിയത്. നെഗറ്റീവ്സ് ഞാൻ അങ്ങനെ പറഞ്ഞതല്ല കേട്ടോ. കുറേ ആൾക്കാർ വിഷമിച്ച് സങ്കടപ്പെട്ട് നമ്മൾ എല്ലാം നഷ്ടപ്പെട്ട് ഒരു പോസിറ്റിവിറ്റി ഇല്ലാതിരുന്ന ആൾക്കാരെയാണ് ഇന്നലെ ഞാൻ കണ്ടത്. പക്ഷേ ഇന്ന് എനിക്ക് തോന്നുന്നു വളരെ എനർജറ്റിക് ആയിട്ടുണ്ട് അവർ. ചിലപ്പം ആ വീഡിയോ കണ്ടപ്പോഴായിരിക്കാം അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരിക്കാം. എനിക്ക് ഒരു 100-ൽ കൂടുതൽ മെസ്സേജ് വന്നൊരു ദിവസമാണ്. എനിക്ക് എൻ്റെ വാട്സപ്പിൽ മെസ്സേജ് വന്നൊരു ദിവസമാണ് ഇന്നലത്തെ വീഡിയോയെക്കുറിച്ച്. അവരുടെ എനർജി അങ്ങനെയായിരുന്നു, അങ്ങനെയാണ്, ഇതെൻ്റെ എനർജി ആണെന്ന് പറഞ്ഞിട്ട് 100-ൽ കൂടുതൽ മെസ്സേജ് എനിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾ ശരിക്കും ഒരു ക്വാണ്ടം ജമ്പിങ് തന്നെ നടത്തി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പെട്ടെന്നുള്ളൊരു ചേഞ്ചാണ് വന്നത്. ഇന്ന് വളരെ ഹാപ്പിയാണ്, കോൺഫിഡൻസ് ഉണ്ട്. എന്തായാലും അങ്ങനെ ആയിരിക്കട്ടെ. ചില ആൾക്കാർക്ക് ആ വീഡിയോ കണ്ടപ്പോൾ ഇങ്ങനെ ഒന്ന് മാറണം എന്ന് തോന്നി എന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വളരെ നന്ദി, ഒരുപാട് നന്ദി. അങ്ങനെ ഒരു കാര്യം ചെയ്യാനുള്ളൊരു ടൂളാക്കാൻ എന്നെ ദൈവം അങ്ങനെ ഒരു ടൂളാക്കിയതിന് ഒരുപാട് നന്ദിയുണ്ട്. എനിക്ക് എല്ലാവരോടും ഒരുപാട് നന്ദി. പിന്നെ അപ്പോൾ സക്സസ് ആണെന്ന് പറഞ്ഞല്ലോ. ഏതെല്ലാം കാര്യത്തിലാണ് നിങ്ങൾക്ക് സക്സസ് എന്ന് പറയാം? കിങ് ഓഫ് കപ്സ് ആണ്. നിങ്ങൾ രാജാവാകാൻ പോകുന്നു എന്നുള്ളതാണ്. സ്നേഹത്തിലും അങ്ങനെയാണ്. അപ്പോൾ മറ്റുള്ളവർ എന്ത് ചെയ്താലും അതൊക്കെ നിങ്ങൾക്ക് ക്ഷമിക്കാൻ പറ്റുന്നൊരു അവസ്ഥയിൽ എത്തിയിട്ടുണ്ടായിരിക്കാം നിങ്ങൾ. ആ ഒരു അവസ്ഥയിലാണ് നിങ്ങളിപ്പോൾ. മറ്റുള്ളവർ എന്ത് തന്നെ പറഞ്ഞോട്ടെ, അതൊന്നും എനിക്ക് പ്രശ്നമേ ഇല്ല. പക്ഷേ ഞാൻ അങ്ങോട്ട് സ്നേഹിക്കും, ഞാൻ മറ്റുള്ളവരോട് ക്ഷമിക്കും. ഒരു ഗ്രൗണ്ടഡ് ആണ്, വളരെ മെച്യൂർഡായിട്ടുള്ളൊരു എനർജിയാണ്. ദേഷ്യവും വൈരാഗ്യവും വെറുപ്പും ഒന്നും ഇപ്പം നിങ്ങളെ മനസ്സിലില്ല. നിങ്ങൾക്ക് എല്ലാം ഒരു ബാലൻസ് ചെയ്തൊരു അവസ്ഥയാണ്. ശരിക്കും ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു മെച്ചൂർഡ് മേനാണ് ഈ കിങ് ഓഫ് കപ്സ്. അപ്പോൾ മേനാകട്ടെ വിമനാകട്ടെ, നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് നിങ്ങളുടെ കടമകളും കർത്തവ്യങ്ങളും ഒക്കെ ഭംഗിയായിട്ട് തന്നെ ചെയ്യണം എന്ന് നിങ്ങൾ വിചാരിക്കുന്ന വളരെ നല്ല ഒരു ആറ്റിറ്റ്യൂഡാണ് ഇന്നേ ദിവസം നിങ്ങൾക്കുള്ളത്. ടെൻ ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. ഇവിടെ 10 ഓഫ് പെൻറ്റക്കിളും വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതൊക്കെ കാര്യങ്ങളിലാണ് നിങ്ങൾക്ക് ബാലൻസ് ഇല്ലാതെ പോയത്? നിങ്ങൾക്ക് ഒന്നുകിൽ ഫിനാൻഷ്യൽ ബാലൻസ് ഇല്ലാതെ പോയിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ ബാലൻസ് ഇല്ലാതെ പോയിട്ടുണ്ടായിരിക്കാം. അപ്പോൾ നമുക്ക് പൈസ ഇല്ലെങ്കിലും നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ എല്ലാവരും പറയും പൈസ ഒന്നുമല്ല. അത് ചില കാര്യങ്ങളിൽ അത് ശരിയാണ്. കാരണം നമുക്കറിയാമല്ലോ, വയനാട് ദുരന്തം പോലൊരു ദുരന്തം വന്നാൽ ഒരു പൈസ കൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പൈസയൊക്കെ അവിടെ ഇരിക്കാനേ പറ്റുള്ളൂ. പൈസ ഒന്നുമല്ല എന്ന് നമുക്ക് തിരിച്ചറിയുന്ന ഒരു സമയമാണ് അങ്ങനെയൊക്കെയുള്ളൊരു പ്രകൃതി ദുരന്തം നമുക്ക് വരുമ്പോൾ. പക്ഷേ അതേ സമയം നമുക്ക് പൈസ ഇല്ലെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് കോൺഫിഡൻസ് ലെവൽ ഭയങ്കരമായിട്ട് കുറഞ്ഞു പോകും. കാര്യങ്ങളൊന്നും നടക്കാതെ വരുമ്പോൾ, ഒരുപാട് ബാധ്യതകളിൽ മറ്റുള്ളവർ നമ്മളെ ബുദ്ധിമുട്ടിക്കുമ്പോൾ നമുക്ക് ശരിക്കും ഒരു കോൺഫിഡൻസും കിട്ടില്ല. അപ്പോഴും നമുക്ക് പൈസയുടെ മൂല്യം ശരിക്കും മനസ്സിലാവും. അപ്പോൾ ഈ ഒരു സമയം, പിന്നെ റിലേഷൻഷിപ്പിൽ നമ്മൾ വിചാരിക്കും എത്ര പൈസ ഉണ്ടെങ്കിലും നമ്മളെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരാൾ നമ്മളുടെ കൂടെ ഞാനുണ്ട് എന്ന് പറയുന്ന ഒരു സമയമാണ് നമുക്ക് ഏറ്റവും നമ്മൾ സന്തോഷിക്കുന്നൊരു നിമിഷമാണത്. അപ്പോൾ പൈസയിലുപരി ചില ബന്ധങ്ങൾ നമ്മൾ ശരിക്കും ആ ഒരു ബന്ധത്തിന് മൂല്യം നൽകുന്ന ചില സമയങ്ങളും ഉണ്ട്. അതിൽ പൈസയല്ല, നമ്മളെ കൂടെ നമുക്ക് എന്ത് കഷ്ടപ്പാടിലും എന്ത് വിഷമത്തിലും ഞാനുണ്ടെന്ന് പറയുന്ന ആ ഒരു
അത് സ്ത്രീയാകട്ടെ പുരുഷനാകട്ടെ അതിൽ മെയിൽ ഫീമെയിൽ അങ്ങനെയൊന്നുമില്ല കേട്ടോ. ആരായാലും നമുക്ക് ഒരാളിന് വേണ്ട സമയത്ത് ഒരു സപ്പോർട്ട് കൊടുക്കേണ്ട സമയത്ത് സ്നേഹമാകട്ടെ കെയറിങ് ആകട്ടെ നമ്മളിത് കൊടുക്കുന്ന ഒരു സമയം, അങ്ങനെ ഒരാൾ നമ്മളുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ പ്രതിസന്ധിയും, അത് പൈസ ആകട്ടെ അസുഖങ്ങളാകട്ടെ എന്ത് തന്നെയും നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ബാലൻസ്, ഈ ഫിനാൻഷ്യൽ ബാലൻസ് ഇല്ലെങ്കിലും റിലേഷൻഷിപ്പിൽ ബാലൻസ് ഇല്ലെങ്കിലും അത് രണ്ടും നിങ്ങൾക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ വളരെ സന്തോഷമാണ്. നിങ്ങൾക്ക് ശരിക്കും കോൺഫിഡൻസ് നിങ്ങൾക്കും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കും അങ്ങനെയാണ്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പ്രാർത്ഥിച്ചിട്ട് അത് വിട്ടുകളഞ്ഞ കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് പിന്നെ വീണ്ടും തിരിച്ചു വരുന്ന ഒരു സമയമാണ്, ഡെസ്റ്റിനിയാണ്. അപ്പം നിങ്ങളുടെ ഡെസ്റ്റിനി എന്താണ്, നിങ്ങൾ ആ ഒരു ഡെസ്റ്റിനിയിൽ നിങ്ങൾ എത്തിച്ചേർന്നു എന്നാണ് കാണുന്നത്. നോക്കാം, 7 of Cups ആണ്. ഇതൊരു ചോയ്സാണ്. നിങ്ങൾക്ക് കുറേ ചോയ്സ് ഉണ്ടായിരിക്കാം, നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കാം, ഞാൻ എവിടെ എത്തണം, എന്താണ് എത്തേണ്ടത്. പക്ഷെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് നിങ്ങൾ കണ്ടുപിടിച്ചു, നിങ്ങൾ അവിടേക്ക് എത്തി എന്നാണ് കാണുന്നത്. അല്ലെങ്കിൽ അവിടത്തേക്ക് എത്താനുള്ള ഒരു യാത്രയിലാണ് എന്നാണ് കാണുന്നത്. ഒരു കാർഡ് കൂടി എടുക്കാം നമുക്ക്, വേൾഡ് കാർഡ്. ഈ ഒരു കാർഡ് കൂടി എടുക്കാറുള്ളത് വേൾഡ് കാർഡായപ്പോൾ അത് പൂർണ്ണമായി എന്നുള്ളതാണ്. ഇതിലപ്പുറം വേറെ ഒന്നുമില്ല. കാരണം ഇതിനകത്ത് വന്നത് ജസ്റ്റിസാണ്, ബോട്ടം വന്നിട്ടുള്ളത് ജസ്റ്റിസാണ്. നിങ്ങൾക്ക് നീതി കിട്ടിയിട്ടുണ്ട്. കാരണം ഈ 888 പോർട്ടൽ എന്ന് പറയുമ്പം അതിൻ്റെ റൂളിംഗ് പ്ലാനറ്റ്, 8ൻ്റെ റൂളിംഗ് പ്ലാനറ്റ് ശനി ആണ്. അപ്പോൾ 8 എന്ന് പറയുമ്പോൾ ഒരു ഇൻഫിനിറ്റി ആണ് കാണുന്നത്. ശരിക്കും സ്പിരിച്വൽ ഗ്രോത്ത്, ശരിക്കും നിങ്ങൾക്ക് ഈ സമയം സ്പിരിച്വലി നിങ്ങൾ എന്താണെന്ന് സ്വയം മനസ്സിലാക്കാൻ പറ്റും. പിന്നെ പറഞ്ഞല്ലോ അതിൻ്റെ റൂളിംഗ് പ്ലാനറ്റ് ശനിയാണ്. ശനി ഭഗവാന്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണോ ചെയ്തത് ആ ഒരു കാര്യം തിരിച്ച് നമ്മളെ ആ ഒരു തുലാസിൽ പിടിച്ച് അവിടെ ഇരുത്തും. എന്നിട്ട് നമുക്ക് തരേണ്ടത് അളന്ന് മുറിച്ച് ഒട്ടും കുറവില്ലാതെ നമുക്ക് തരും എന്നുള്ളതാണ്. നമ്മൾ നല്ല കാര്യമാണോ ചെയ്തത്, നമ്മൾ പാസ്റ്റിൽ നല്ല കർമ്മ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കർമ്മയ്ക്കുള്ള ശരിക്കും ആ കൃത്യമായിട്ടുള്ള ഫലം നമുക്ക് തരും. ശനി ഭഗവാന്റെ ഒരു പ്രത്യേകത നമുക്ക് തരുന്നതൊന്നും തിരിച്ചെടുക്കാറില്ല എന്നുള്ളതും കൂടെയാണ്. ബാക്കി എല്ലാ ഗ്രഹങ്ങളും, അത് വ്യാഴം അങ്ങനെയാണ്, ശരിക്കും ശുഭഫലങ്ങൾ പ്രദാനം ചെയ്യുന്നൊരു ഗ്രഹമാണ് വ്യാഴം. പക്ഷേ വ്യാഴം കിട്ടിയാലും അത് തന്നാലും കുറേ ചിലപ്പോൾ അതിൽ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. അത് ഏത് ദിശയിൽ നമുക്ക് പൈസ കിട്ടിയാലും അങ്ങനെയാണ്. പക്ഷേ ശനി ദിശയിൽ നമുക്ക് പൈസ കിട്ടിക്കഴിഞ്ഞാൽ അത് നിലനിൽക്കുന്നൊരു പൈസയാണ്. ശനി തരുന്നതൊന്നും തിരിച്ചെടുക്കാറില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് നിലനിൽക്കും. പിന്നെ എത്ര കഷ്ടപ്പാടുണ്ടെങ്കിലും ശനി പോകുമ്പോൾ നമുക്ക് എന്തെങ്കിലും തന്നിട്ടേ പോവുള്ളൂ എന്നുള്ളതാണ്. ഈ കഷ്ടപ്പെടുത്തിയതിൻ്റെ ഒരു ഇത് എല്ലാം തീർത്ത് ഒന്ന് ഹീൽ ചെയ്ത് നമ്മളത് സന്തോഷിപ്പിച്ചിട്ടേ പോവുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു സമയമാണ്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റിസും കൂടി തരുന്നു, ഒരു അനുഭവിച്ചതിനും ഒക്കെ ഉള്ളൊരു നീതി തന്നിട്ടേ പോവുള്ളൂ. അപ്പോൾ ആ നീതി എന്ന് വെച്ചാൽ വേൾഡാണ്, ഫുൾഫിൽമെൻ്റാണ്, കംപ്ലീഷനാണ്. അപ്പോൾ ഈ ഒരു കംപ്ലീഷൻ എന്ന് പറയുന്നത് നമ്മൾ കംപ്ലീറ്റ് ആയി എന്ന് വിചാരിക്കുന്നത് എപ്പോഴാണ്, നമുക്കെല്ലാം നമുക്ക് മാനസികമായി നമുക്ക് പിന്നെ നമുക്കൊരു ഫിനാൻഷ്യൽ ഒരു സ്റ്റെബിലിറ്റി, നമ്മൾ കുറേ കടബാധ്യത ഇട്ടിട്ട് നമുക്കൊരു കംപ്ലീഷൻ വരില്ലല്ലോ. ബാധ്യതകളെല്ലാം തീർത്ത് നമുക്ക് നമ്മളുടെ കൂടെ ആരൊക്കെ വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നോ എന്നാലും നമ്മൾ കംപ്ലീറ്റ് ആവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ പകുതിയെ ആവുള്ളൂ. അപ്പോൾ ഇൻകംപ്ലീറ്റ് ആണ്. അപ്പോൾ നമ്മൾ ഫുള്ളി ഒരു കംപ്ലീഷൻ വേണം. ഇത് ലോകത്തിൻ്റെ നെറുകയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നെറുകയിലിരിക്കണമെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും ഭഗവാൻ തന്നിട്ട് പോകും എന്നുള്ളത് നമുക്ക് ഫുള്ളി കംപ്ലീറ്റ് ആക്കിയിട്ടേ പോവുള്ളൂ. നമുക്കിനി മതി എന്ന് തോന്നുന്നൊരു അങ്ങനത്തെ ഒരു ഫീല് നമുക്ക് വരും എന്നുള്ളതാണ്. പിന്നെ ഈ ഒരു വേൾഡ് കാർഡ് എന്ന് പറയുമ്പോൾ ട്രാവൽ കാർഡാണ്. നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ആൾക്കാരാണെങ്കിൽ ഈ ഒരു എനർജി നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യേണ്ടത്, നിങ്ങൾ ട്രാവൽ നിങ്ങൾക്ക് ശരിയായി എന്നുള്ളതാണ്. നിങ്ങൾ ജേണൽ എഴുതുക, പിന്നെ പറ്റുമെങ്കിൽ എഴുതിയിട്ട് നിങ്ങൾ കത്തിച്ച് കളയുക. നമ്മൾ അത് പ്രപഞ്ചത്തിലേക്ക് കൊടുക്കണം എന്നുള്ളതാണ്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ
വളരെ പോസിറ്റീവായിട്ട് എഴുതി പ്രസൻറ്റ് ടെൻസിൽ എഴുതണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ അത് അങ്ങനെ കിട്ടിയിരിക്കുന്നു എന്ന് എഴുതി നന്ദി പറഞ്ഞ് യൂണിവേഴ്സിന് സമർപ്പിക്കുക. അത് തീർച്ചയായിട്ടും അത് നിങ്ങൾ മാനിഫെസ്റ്റ് ആകും, നിങ്ങളിലേക്ക് എത്തും എന്ന് തന്നെയാണ് കാണുന്നത്. ഇനി നമുക്ക് നമ്മുടെ സോളിൻ്റെ ഒരു കാർഡ്, ആ സോളിന് എന്താണ് നിങ്ങളുടെ ആത്മാവിന് നിങ്ങളോട് പറയാനുള്ളത് നോക്കാം. The love of your dragon reaches out to you. The realm of your truth is opening up എന്നാണ്. അപ്പം നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഇത്. അപ്പം നമ്മൾ ശരിക്കും നമ്മളുടെ ഒരു സത്യം ഉണ്ടല്ലോ, നമ്മളുടെ ആ ഒരു സത്യത്തിലേക്ക് അത് ഓപ്പൺ ആകുന്നു എന്നുള്ളതാണ്. നമ്മൾ എന്താണ് എന്ന് നമ്മൾ തന്നെ മനസ്സിലാക്കുന്ന ഒരു സമയമാണ്. അപ്പം നമ്മൾ വിചാരിക്കുന്ന, യഥാർത്ഥത്തിൽ നമ്മൾ വിചാരിക്കുന്ന കാര്യമായിരിക്കില്ല നമ്മൾ. അപ്പോൾ അത് എന്താണ് എന്ന് കൃത്യമായിട്ടത് ഓപ്പൺ ആക്കുന്നു, നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു നമ്മൾ എന്താണെന്ന്. അതാണ് കാണുന്നത്. എ പാർട്ട്ണർഷിപ്പ് ഫോർ ദ ന്യൂ ഏജ് ആണ്. ഇറ്റ്സ് ടൈം ടു വെൽക്കം ഇറ്റ്. അപ്പം പുതിയ ഒരു ജീവിതം നിങ്ങൾക്ക് വരുന്നു. അപ്പോൾ ഇതിൽ വന്നിട്ടുണ്ടല്ലോ, ഹാർമണി വന്നിട്ടുണ്ട്, 10 of Cups വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു പുതിയ തുടക്കമാണ്, പുതിയ തുടക്കം വരുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ ഒരു പാർട്ട്ണർ, നിങ്ങളുടെ സോളിൻ്റെ പാർട്ട്ണർ വരുന്നു എന്നാണ് അപ്പോൾ നിങ്ങൾ കാത്തിരുന്നതായിരിക്കാം, നിങ്ങൾ ആഗ്രഹിച്ചതായിരിക്കാം. ഒരു സോൾ പാർട്ട്ണർ നിങ്ങളിലേക്ക് വരുന്നു. ഈ സമയം നിങ്ങളതിനെ വെൽക്കം ചെയ്യാനാണ് പറയുന്നത്. നിങ്ങൾ അതിൽ ഒരു ധൈര്യപൂർവ്വം അല്ലെങ്കിൽ സന്തോഷപൂർവ്വം നിങ്ങളതിനെ വെൽക്കം ചെയ്യൂ എന്നാണ് പറയുന്നത്. ഫോളോ ദ പാത്ത് ഓഫ് യുവർ സോൾ വന്നിട്ടുണ്ട്. നിങ്ങളുടെ സോൾ പാത്ത് ഫോളോ ചെയ്യാനാണ്. ഡു നോട്ട് അലോ എനിവൺ ഓർ എനിത്തിങ് ടു സ്റ്റോപ്പ് യു. നിങ്ങളെ സ്റ്റോപ്പാക്കാൻ ഒരാളിനെയും അനുവദിക്കരുത്, ഒരു സാഹചര്യത്തെയും അനുവദിക്കരുത്. നിങ്ങളുടെ യാത്ര തുടരണമെന്നാണ്. അപ്പം നിങ്ങളുടെ സോളിൻ്റെ ഒരു യാത്രയാണ്. നിങ്ങൾക്കറിയാം, നിങ്ങളത് ഞാൻ പറഞ്ഞല്ലോ, ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളത് മെഡിറ്റേഷൻ ചെയ്തിട്ട് നമ്മളോട് ചോദിക്കുക, നമ്മുടെ ഹൃദയത്തോട് ചോദിക്കുക, നമുക്ക് എന്താണ് വേണ്ടത്, നമുക്ക് എങ്ങോട്ടാണ് പോകേണ്ടത്, ആരൊക്കെയാണ് നമ്മളുടെ കൂടെ വേണ്ടത്, എന്താണ് എൻ്റെ ലൈഫ് പർപ്പസ്, അത് നമ്മളോട് തന്നെ ചോദിക്കുക. അപ്പോൾ ഒരാളെയും ഒന്നിനെയും നമ്മളെ സ്റ്റോപ്പാക്കാനോ നമ്മളെ കൺട്രോൾ ചെയ്യാനോ നമ്മൾ അനുവദിക്കരുത് എന്നാണ്. നമ്മളുടെ സോളിനെ കൺട്രോൾ ചെയ്യാൻ നമ്മളെ ആരെയും അനുവദിക്കരുത്. കാരണം പലപ്പോഴും ഒരുപാട് ഇൻസൾട്ടിങ് ഒക്കെ സഹിച്ച് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മൾ എന്താണെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അവരുടെ ഒരു കാഴ്ചപ്പാടിൽ മാത്രമേ നമ്മളെ കാണാൻ പറ്റുള്ളൂ. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ചില ആൾക്കാർ അങ്ങനെയാണ്. അവർ ശരിക്കും സോൾ ലെവല് വളരെ താഴ്ന്ന ആൾക്കാരായിരിക്കും. അങ്ങനെ താഴ്ന്നു ഉയർന്നു എന്ന് കമ്പയർ ചെയ്യുന്നല്ല, ഉയർന്ന സോളുകളുണ്ട്. പിന്നെ ഇതൊന്നും മനസ്സിലാക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. നമുക്കിനെ നമ്മളെ കൺമുന്നിൽ എത്രയോ ആൾക്കാരെ കാണാം. നമ്മളുടെ കുടുംബത്തിൽ കാണാം, നമ്മുടെ സുഹൃത്തുക്കളിൽ കാണാം, പാർട്ട്ണറിൽ കാണാം, നമ്മുടെ ടീച്ചേഴ്സിൽ കാണാം. ആരിലായാലും ഒരു വിദ്യാഭ്യാസം കൊണ്ടോ അല്ലെങ്കിൽ കുറച്ച് കാശ് കൊണ്ടോ ഒന്നും നമുക്ക് ഒരാളെയും വിലയിരുത്താൻ പറ്റില്ല. ചിലപ്പോൾ ഒന്നുമില്ലാത്ത വളരെ സാധാരണക്കാരായ ഒരാളുടെ സോള് ഒരു ഹയർ ലെവൽ സോളായിരിക്കും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാകും. എന്താണ് നമ്മൾ ഏത് ടൈപ്പിലുള്ള സോളാണെന്ന് നമുക്ക് തന്നെ മനസ്സിലാകും. നമുക്ക് നമുക്ക് ചേരാത്ത ആൾക്കാരുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ പോലും നമുക്ക് ചിലപ്പോൾ പറ്റില്ല, സംസാരിക്കാൻ പറ്റില്ല. നമുക്ക് അവരുടെ കൂടെ അവരുടെ പല കാര്യങ്ങളും നമുക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ മറ്റുള്ളവരെ കുറ്റം പറയുന്നത് കേൾക്കാൻ പറ്റില്ല, മറ്റുള്ളവർ ദ്രോഹിക്കുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല, കള്ളം പറയുന്നത് പറ്റില്ല. ചിലപ്പോൾ പാസ്റ്റിൽ ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും കേട്ടോ. നമ്മളും ആ ഒരു വഴിയിലൂടെ വന്നവരാണ്. അപ്പോൾ ക്ലെൻസ് ചെയ്ത് ഹീൽ ചെയ്താണ് ഓരോരും ഡെവലപ്പ് ആകുന്നത്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ആയ ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ഒരാളിനെയും നമ്മുടെ സോൾ ജേണിയെ നമ്മൾ കൺട്രോൾ ചെയ്യാൻ ഒരാളിനെ അനുവദിക്കരുത് എന്നാണ് ഇന്നത്തെ ഒരു മെസ്സേജ്.
അവേക്കൺ ആൾ യുവർ സെൻസസ് ആണ്. സ്ലോ ഡൗൺ ആൻഡ് ബിക്കം അവെയർ ഓഫ് ദം. നമ്മൾ എല്ലാ സെൻസും ഉപയോഗിക്കണം. നമ്മളുടെ പഞ്ചേന്ദ്രിയങ്ങൾ അതെല്ലാം ഉപയോഗിക്കണമെന്നാണ്. നമ്മൾ അറിയാലോ, നമ്മൾ ഈ സ്മെല്ലിങ് ടച്ച് അതൊക്കെ അറിയാലോ, ടേസ്റ്റ്. അപ്പോൾ നമ്മൾ പഞ്ചേന്ദ്രിയങ്ങളും നമ്മൾ ഉപയോഗിച്ച് വേണം നമ്മൾ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കാനെന്നാണ്. സ്ലോ ഡൗൺ ആൻഡ് ബിക്കെയിം അവെയർ ഓഫ് ദം. നമ്മൾ അതിന് സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മൾ എല്ലാ കാര്യങ്ങളും, പ്രപഞ്ചത്തിലെ ഓരോ കാര്യങ്ങളും നമ്മൾ അനുഭവിക്കണം എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് വേറൊരു കാര്യമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ചെയ്യുന്ന കാര്യം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പോലും പറ്റില്ല. അത് തിരിച്ചറിയാൻ നമ്മൾ വെറും യാന്ത്രികമായി ചെയ്യുന്നുണ്ടായിരിക്കാം. ഫുഡ് കഴിക്കുന്ന സമയം നമ്മൾ ഫുഡിൻ്റെ ടേസ്റ്റ് ഒന്നും നമ്മൾ മനസ്സിലാക്കാതെ നമ്മൾ മൊബൈലിൽ എന്തെങ്കിലും നോക്കിയിരിക്കും. നമ്മളിപ്പോൾ യാന്ത്രികമായി അത് ചെയ്യുന്നു. അങ്ങനെയല്ല, നമ്മളത് ഫുഡ് കഴിക്കുമ്പം ഫുഡ് ആസ്വദിച്ച് കഴിക്കുക. അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ അനുഭവിച്ച് ചെയ്യുക എന്നാണ് നമ്മളുടെ സോള് പറയുന്നത്. ഒന്നുകൂടി പറയാം. പ്രൊട്ടക്ട് വാട്ട് യു ലവ്. ഇറ്റ്സ് യുവർ ഡ്യൂട്ടി ആൻഡ് റെസ്പോൺസിബിലിറ്റി. അപ്പം നിങ്ങൾ സ്നേഹിക്കുന്ന കാര്യത്തെ നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് പറയുന്നത്. അത് നിങ്ങളുടെ ഡ്യൂട്ടിയാണെന്നുള്ളതാണ്. നിങ്ങൾ ഏറ്റവും സ്നേഹിക്കുന്ന കാര്യം അത് ആര് തന്നെ ആയാലും, നിങ്ങളുടെ കൂടെ ആരുണ്ടോ അവരെ നിങ്ങൾ ഏറ്റവും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നാണ് പറയുന്നത്. അത് നിങ്ങളുടെ ഡ്യൂട്ടിയാണ്. ഇതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇത്. ഒരു നായ്ക്കുട്ടിയുടെ ഒരു ഇതാണ്. അപ്പം ഇതിൽ സൈറസ് എന്ന് പറയുന്ന ഒരു സ്റ്റാർ ഈ ഏരിയയിൽ പോർട്ടലിൻ്റെ ആ ഒരു അലൈൻമെൻറ്റിൽ വരുന്നുണ്ട്. ഏറ്റവും ശരിക്കും ഷൈനിങ് ആയിട്ടുള്ള സ്റ്റാറാണ്. അത് ഒരു കഥ പോലും ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇന്നലെ ഞാൻ ആ ഒരു റീഡിങ്ങിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ അത് ഇന്നലെ പറഞ്ഞുകൊണ്ട് ഇനി ഞാൻ പറയുന്നില്ല. അപ്പോൾ അത് നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യണം. അത് നിങ്ങളുടെ കൂടെയുള്ള എന്ത് കാര്യത്തെയും നിങ്ങളത് പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നുള്ളതാണ് ഇന്നത്തെ ഒരു മെസ്സേജ്. അപ്പോൾ ഇതാണ് ഇന്ന് നിങ്ങൾ അറിയാനുള്ളത്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കിത് മനസ്സിലായിട്ടുണ്ടായിരിക്കും, നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടായിരിക്കും എന്ന് കരുതുന്നു. നിങ്ങൾ ഇതാണ് നിങ്ങളുടെ ഇന്നത്തെ എനർജിയെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഒരുപാട് നന്ദി.